ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് 75 ചലഞ്ച് ഡേ 6. അപ്പോൾ നമ്മൾ പത്രം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ലെഗിന് കളിച്ചിട്ട് കാലിന് പെരും വേദന. അയ്യോ, കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറാനും കഴിയില്ല, അമ്മാതിരി വേദന. എന്തായാലും നമുക്ക് പത്രം തീർത്തിട്ട് ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം. ഇന്ന് കോട്ടയ്ക്ക് പോകണമെന്നുണ്ട്. കുറച്ച് ജിമ്മിനടിയിലുള്ള പ്രോട്ടീൻ വാങ്ങണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. യെസ്, ആദ്യം പത്രം തീർക്കട്ടെ. ഗൈസ്, നമ്മൾ വീട്ടിലെത്തി. ഇനി പതിവ് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കണം. ഇന്ന് കുറച്ച് പെട്ടെന്ന് ചെയ്ത് തീർക്കണം. ആദ്യം വീഡിയോ എഡിറ്റ് ചെയ്യണം, കാരണം നമുക്ക് കോട്ടയ്ക്ക് പോകേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ കുറച്ച് ടാസ്ക് കംപ്ലീറ്റ് ആക്കിയാൽ അത്രയും നല്ലത്. പോയിക്കാണ്ട് വരുമ്പോഴത്തേനും നേരമാവും. അതുകൊണ്ടാണ് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കേണ്ടത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എഡിറ്റ് ചെയ്യണം, അത് വലിയൊരു ടാസ്ക്കാണ്. വീഡിയോ എഡിറ്റ് ചെയ്യട്ടെ ഗൈസ്, ഇങ്ങോട്ട് വരാം. അച്ഛനെ സ്കൂളിൽ പോവാ. എന്തെങ്കിലും ഒന്ന് പ്രേക്ഷകരോട് എന്തെങ്കിലും പറയും. എന്ത് ചങ്ങനെ പോയാലോ അച്ഛനെ. കുളി കഴിഞ്ഞു. പിന്നെ അതിന് മുമ്പേ നമ്മൾ ബുക്ക് വായിച്ചു. ബുക്ക് വായിച്ചതിന് ശേഷം കുളി കഴിഞ്ഞു. ഇനി എന്തെങ്കിലും തിന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് കോട്ടയ്ക്ക് പോകാണ്ട്. ഇന്നലത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിന് അപ്ലോഡ് ചെയ്യാണ്ട്, തമ്മിലും എഡിറ്റ് ചെയ്യാണ്ട്, അതിനുള്ളൂ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ പറയുക, ദോശയും കടലക്കറിയും ഒരു മുട്ടയും കഴിച്ചിട്ടല്ലേ ഗൈസ്. ഞാൻ ബ്ലാക്ക് ഉണ്ട്, അന്നൊക്കെ ബ്ലാക്ക് ഇടും. എന്നിട്ട് ആൾക്കാർ ചോദിച്ചു ഏറ്റക്കുട്ടികളെ ചോദിക്കും. ഒരു കൂടാരാ ബ്ലാക്ക് കഴിയാത്ത ആൾക്കാരെ പോലെ അയക്കണേ. അങ്ങനെ അയക്കണ കാണൊന്നായിട്ട് വേറെ ചെസ്സിനെന്താ എന്താ എന്ത് കളിച്ചാ അങ്ങനെ മാരിപ്പം അന്ന് പോയി ശേഷം പോയപ്പോ ഏട്ടനും അഞ്ചന്മാരെ ചോദിച്ചു. അങ്ങനെ എന്താ ചോദിച്ചു. നമ്മൾ നെസ്റ്റോയിലാണ് വന്നിട്ടുണ്ട് സാധനം വാങ്ങാൻ. ആദ്യമായിട്ട് സാധനം വാങ്ങാൻ നെസ്റ്റോ കയറില്ലേ. മറ്റേ ഇങ്ങനെ കറങ്ങാൻ വരും കേട്ടെ, വെറുതെ ഇറങ്ങാണ്ട് അതേപോലെയാണ് പോകും. എന്നാണ് ആദ്യമായിട്ടാണ് സാധനം വാങ്ങാൻ വേണ്ടി നെസ്റ്റോ കയറുന്നുണ്ട്. പ്രോട്ടീൻ മാങ്ങ 3 100 ഉള്ളൂ. നല്ലതാണല്ലോ. കിസാൻ്റെ പീനട്ട് ബട്ടർ ഇവിടെ. ഇത് ഓട്സാ? ഓട്സ് ഇൻസ്റ്റന്റ് ഓട്സ്. പീനട്ട് ബട്ടർ അങ്ങനെ വന്നാണ് ഗൈസ്. ഇതിവിടെ വെക്കുക ഇവിടെ അല്ലേ. നല്ല കമ്പനി. 500 രൂപ. ചോക്ലേറ്റാണ്. ഊർജ മലയാളം എല്ലാ ഭാഷയുണ്ട് ഇതില്. ആണല്ലോ. 579 വാങ്ങിയാലോ. പിന്നെത്ര 80 രൂപ. 500 ഗ്രാം 500 ഒരു 500 ഒരു കിലോനല്ലേ. 1 കിലോ ഉള്ളൂ. പക്ഷേ ഈ സാധനം നല്ല സാധനം. പൈസ ഉണ്ടല്ലേ, പൈസ വാങ്ങിക്കോ. യോഗ ബാർ നല്ലതാ. തേങ്ങ ഷുഗർ ഉണ്ടാവും വേറെ. ഷുഗർ ഒമേഗ കണ്ടല്ലോ. ഒമേഗ 3 ഉണ്ട്. ഒമേഗ 3 കണ്ട നല്ല സാധനമല്ലോ. പ്രോട്ടീൻ പറയും. ഇത് വാങ്ങിയാലോ. പ്രോട്ടീൻ 2 ഗ്രാം. ഇത് സീൻ സാധനമാണ്. ഇത് ചോട്ടാ ഭീമുണ്ട്. പ്രോട്ടീൻ 8. റിച്ച് ഇൻ പ്രോട്ടീൻ. ഫേക്ക് പ്രോട്ടീനാണ്. മഞ്ഞ അടുത്ത പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തിട്ട് മാത്രം. എത്ര വില ഒക്കെ അയണ് നിൽക്കുന്നുണ്ട്. വില എത്ര ഒക്കെ? 700 എന്തായാലും ഉണ്ടാവും. ഇതിന് 650 റുപ്യ അല്ല. ഇത് ഇതില് 650. പിന്നെ പിന്നെ ഇത് മാത്രം ലെഗ് കളിച്ചിട്ടേ
ഒന്നും കയ്യിലില്ല. വൈകല്യം കാലിലൊക്കെ എന്തോ വൈകല്യമുള്ള പോലെ നടക്കണത്. ലെഗിൻ്റെ പവറാണ്. മുട്ട എത്ര വാങ്ങേണ്ടി ചെയ്യും? മുട്ട ഒരു ട്രേ വാങ്ങാം. നമ്മൾ കോട്ടക്കൽ ചന്തയിലാണ്. മുട്ട എങ്ങനെയാലാക? 10 എടുക്കുമ്പോൾ എത്ര ആവും? 30 എടുക്കുമ്പോൾ എനിക്ക് 170 വരും. അപ്പോൾ ഒരു മുട്ടക്ക് 5 റുപ്യ 66 പൈസ. ലാഭം 550 എവിടെ? 550 നെസ്റ്റോല്. അത് 10 അതെ. ആ 30 അല്ലേ? 170 5 റുപ്യ 66 വിരാജ് വേണ്ട. ഐസ് മുട്ട അങ്ങനെ നമ്മൾ വീട്ടിലോട്ടെത്തി. ഇനി നമുക്ക് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കേൾക്കാനുണ്ട്. യെസ്, അത് തന്നെ ഉള്ളൂ. ഡ്രോപ്പ് ഷിപ്പിങ്ങിനുണ്ട്, പക്ഷേ അതിന് ആദ്യം ബാങ്ക് അക്കൗണ്ട് റെഡി ആക്കണം ഗൈസ്. അത് റെഡി ആക്കിയിട്ടേ ബാക്കി എന്തും കേട്ടിട്ടും കാര്യമുള്ളൂ. യെസ്, അങ്ങനെ ഡ്രോപ്പ് ഷിപ്പിങ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോയെന്നറിയില്ല. ഞാൻ കുറേ കേൾക്കുമ്പോൾ ആൾക്കാർ പറയണത് ഇതിന് നല്ല ഫണ്ട് വേണമെന്നാണ്. നല്ല ഫണ്ട് വേണമെങ്കിൽ നമുക്ക് തുടങ്ങാൻ കഴിയില്ല, കാരണം അതിന് മാത്രം ഫണ്ട് നമുക്കില്ല. അപ്പോൾ അത് അങ്ങനെ പറ്റൂലെങ്കിൽ നമ്മൾ അത് ഡ്രോപ്പ് ആയിട്ട് നമ്മൾ വേറെ പരിപാടി പിടിക്കും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനത്തെ പിടിക്കും. കാരണം ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് പറ്റില്ലെങ്കിൽ നമ്മൾ അടുത്തതിന് പിടിക്കണം, മനസ്സിലായ? പിന്നെ അതിനോട് പാഷനുള്ള ആൾക്കാർ അത് തന്നെ മുറുകെ പിടിക്കാം. നമുക്കതിന് അങ്ങനെയൊന്നുമില്ല. ഒന്നെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയാൽ മതി. എന്തെങ്കിലും ഒരു സ്കില്ല് പഠിച്ചാൽ മതി, എനിക്ക് അത്രേ ഉള്ളൂ. അല്ലാതെ ഇതന്നെ പഠിക്കണം എന്ന് അങ്ങനെ ഒരു സംഭവമില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. ഗൈസ്, ഇതാണ് ഇന്നത്തെ ലഞ്ച്. തലച്ചോറ്, ബീഫ് കറി, തൈര്, പിന്നെ ഒരു മുട്ട പിഴിങ്ങാൻ വെച്ചിട്ട് അതും. ബീഫ് കറി പെരിന്നുണ്ടാക്കിയതുകൊണ്ട് കുഴപ്പമില്ല, നല്ല സാധനമാണ്. ബീഫ് നല്ല സാധനമാണ്, കഴിച്ചിട്ട് വരാം ഗൈസ്. ഇതിൽ പപ്പടം അച്ചാർ കൂടി ഉണ്ടെങ്കിൽ സെറ്റായി. പക്ഷേ പപ്പടം അച്ചാറും പ്രത്യേകിച്ചൊന്നും ഉപകാരമില്ല, അതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. പേടിച്ചു ഗൈസ്. നമ്മളെ ക്ലിനിക്ക് കഴിഞ്ഞു. നമ്മളിന്ന് ജിമ്മിൽ പോയിട്ട് അപ്പോൾ ജിമ്മിൽ പോകണം ഗൈസ്. ഇപ്പോൾ പോവാണ് ജിമ്മിന്. ബ്രോസ്റ്റിൻ്റെ മണം. ജിം കൊച്ചിത് ജിമ്മില് ആ നല്ല പ്ലേലിസ്റ്റ്. ഡിപ്രഷൻ അടിച്ചിട്ട് ആ പാട്ടിട്ട് എങ്ങനെ നല്ല പാട്ടിയാ പാട്ട്. പ്ലേലിസ്റ്റ് ബായിയാണ്, പ്ലേലിസ്റ്റ് ഇട്ട് മൂടുപോയി. ഇന്ന് ഫുള്ള് വിറ്റാടേ, രാത്രി വന്നാണ് അതായിട്ട് ഗൈസ്. അങ്ങനെ വർക്കൗട്ട് കഴിഞ്ഞു. പണ്ടാരം ഒന്ന് രാത്രി ഒന്ന് പോയി നോക്കിയതാണ്. വർക്കൗട്ട് തീരെ ഇഷ്ടത്തെ കാര്യം എന്താ വെച്ചാൽ എന്താ പറയുക, ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് കുഴപ്പമില്ല. ഇത് ഓരോ ആൾക്കാർ ഓരോ രീതിയിലേക്ക് പറഞ്ഞില്ലേ. ഒരാൾ പറയുമ്പോൾ അതേപോലെ ചെയ്യുമ്പോൾ അറിയും, മറ്റാൾ അറിയാം അത് അങ്ങനെയല്ല. ഇങ്ങോട്ട് വിട്ട് മനസ്സിനെ ആളിതാക്കും. അതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ളൂ. 9:00 നേരത്തെ കിടക്കേണ്ടതായിരുന്നു. പിന്നെ വെറുതെ നൈറ്റൊന്ന് ചെയ്തു വെക്കാറാണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നൈറ്റ് നടക്കൂല മനസ്സിലായി. അതുകൊണ്ട് ഇനി മോർണിംഗ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. യെസ്, ഇപ്പോൾ പെരിക്കെത്തി. ഇനി കുളിച്ച് ഫുഡ് കഴിച്ച് നിസ്കരിച്ച് കിടന്നുറങ്ങണം. ബുക്കൊക്കെ വായിച്ച് ചെയ്യണോ, ഇംഗ്ലീഷൊക്കെ കേട്ട് കഴിഞ്ഞണോ, ഒക്കെ അയക്കണോ. നമുക്ക് കുളിക്കുക, ഫുഡ് കഴിക്കുക, നിസ്കരിക്കുക, കിടന്നുറങ്ങാം, അത്രേ ഉള്ളൂ.
യെസ്, രാത്രിക്കത്തെ ഫുഡ് പുട്ടും ബീഫും മുട്ടയും ഒരു പഴവും കഴിച്ചിട്ട് വരാം ഗായ്സ്. അങ്ങനെ നമ്മളെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ചോറ് വെച്ചു, നിസ്കരിച്ചു, അങ്ങനെ കിടക്കാൻ നേരമായി. ഇന്നത്തെ ടാസ്കുകൾ മൊത്തം കംപ്ലീറ്റ് ആക്കി. ഇനി നല്ല സുഖമായിട്ട് നല്ല പഴയ പാട്ടൊക്കെ കേട്ട് നേരെ കിടന്നുറങ്ങും ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അടുത്ത വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക. നാളെ കാണാം. ഡേ ഇതിനൊന്ന് 75 ഹാർട്ട് ചലഞ്ച് ഡേ 6 അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നാളെ കാണാം ഗൈസ്. ബൈ ബൈ.